everyone, welcome back to our channel IAS Talks. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ദി സോളാർ സിസ്റ്റം. So, let's move to the topic. ദി സോളാർ സിസ്റ്റം. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ജോഗ്രഫി സെഷൻ 6th to 12th NCERT ടെക്സ്റ്റും അതുപോലെ GC ലിയോൺ ടെക്സ്റ്റും ബേസ് ചെയ്തിട്ടായിരിക്കും ജോഗ്രഫി പോർഷൻസ് എല്ലാം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക. സോ PSC, UPSC അതുപോലുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിരൻസിനും വളരെ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ജോഗ്രഫി സെഷൻ ലഭിക്കുക. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ സൺ, 8 പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, ഇൻ്റർസ്റ്റെല്ലാർ ബോഡീസ് അതായത് ആസ്ട്രോയിഡ്സ്, മെറ്റീറോയിഡ്സ്, കോമറ്റ്സ് ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ഗ്യാസസ് ആയിട്ടുള്ള പ്ലാസ്മ സോളാർ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻക്ലൂഡഡ് ദ ഇൻ്റർപ്ലാനറ്ററി ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഇൻ്റർപ്ലാനറ്ററി ഡസ്റ്റ് പാർട്ടിക്കിൾസും സോളാർ സിസ്റ്റത്തിൽ അടങ്ങിയിട്ടുണ്ട്. പ്ലാനറ്റ്സിനെയും ഡാർക്ക് പ്ലാനറ്റ്സിനെയും സാറ്റലൈറ്റ്സിനെയും ഒഴിച്ചു നിർത്തി ബാക്കിയുള്ള എല്ലാ കമ്പോണൻസും, ബാക്കിയുള്ള സോളാർ സിസ്റ്റത്തിലെ എല്ലാ കമ്പോണൻസിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് സ്മോൾ സോളാർ സിസ്റ്റം ബോഡീസ് അഥവാ SSSB. അതുപോലെ നമുക്കറിയാം ഈ സൂര്യന് ചുറ്റും ഈ പ്ലാനറ്റ്സ് ഒക്കെയും ഈ ഗ്രഹങ്ങളൊക്കെയും എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഭ്രമണം ചെയ്യുന്നത്. സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ പുൾ അതായത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് ഈ പ്ലാനറ്റ്സ് ഒക്കെയും ഈ ഗ്രഹങ്ങളൊക്കെയും സൂര്യന് ചുറ്റും ഇത്തരത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് മെർക്കുറി ആണെന്നും സൂര്യനിൽ നിന്നും ദൂരെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണെന്നും നമുക്കറിയാം. സോ നിലവിൽ നമുക്ക് 8 പ്ലാനറ്റ്സ് ആണ് സോളാർ സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ പ്ലാനറ്റ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ഗേഷ്യസ് പ്ലാനറ്റ്സ് എന്നും. സോ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ 4 പ്ലാനറ്റ്സ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ഇത് 4ഉമാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആയി അറിയപ്പെടുന്നത്. ആൻഡ് ദ റിമൈനിങ് 4 ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇത് 4ഉമാണ് ഗേഷ്യസ് പ്ലാനറ്റ്സ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ 99.9% ഓഫ് മാറ്ററും അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സോളാർ സിസ്റ്റത്തെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഓൾസോ നമുക്കറിയാം സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവത്തെ പറ്റി ഒരുപാട് ഹൈപ്പോത്തിസിസ് നിലവിലുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെഫിയർഡ് ഹൈപ്പോത്തിസിസ്, അതിൻ്റെ പ്രൊപ്പൗണ്ടർ AC ബാനർജി. സോ AC ബാനർജിയാണ് സെഫൈഡ് ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത്. ആൻഡ് നോവ ഹൈപ്പോത്തിസിസ് ബൈ ഹോയിൽ ആൻഡ് ലിറ്റിൽട്ടൺ. ഇലക്ട്രോമാഗ്നറ്റിക് ഹൈപ്പോത്തിസിസ് H. ആൽവൻ. Interstellar dust hypothesis by Schmidt. Nebular cloud hypothesis by Dr. von Weizsäcker. Protoplanet hypothesis G. Kuiper. Gaseous hypothesis Immanuel Kant. Nebular hypothesis Laplace. Planetesimal hypothesis Chamberlin and Moulton. Tidal hypothesis James Jeans and Harold Jeffreys. And binary star hypothesis H.N. Russell. And the final one is that fission hypothesis by Rose Gunn. സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഹൈപ്പോത്തിസിസ്, അതായത് സോളാർ സിസ്റ്റത്തിൻ്റെ ഒറിജിനെ പറ്റിയിട്ട് നിലവിലുള്ള ഹൈപ്പോത്തിസിസും അതിൻ്റെ പ്രൊപ്പൗണ്ടേഴ്സും ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സോ നമുക്ക് പോയിൻറ്റ്സ് ഒന്നുകൂടെ റീകളക്ട് ചെയ്യാം. സോളാർ സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞത് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൺ, 8 പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, അതേപോലെ ഇൻ്റർസ്റ്റെല്ലാർ ഡബ്രീസ് അതായത് ആസ്ട്രോയിഡ്സ്, മെറ്റീറോയിഡ്സ്, കോമറ്റ്സ് ഇതെല്ലാം കൂടി ചേർന്നതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതേപോലെ സോളാർ സിസ്റ്റത്തിൽ പ്ലാസ്മ അടങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ചാർജ്ഡ് ഗ്യാസസ് ആണ്. ആൻഡ് ഓൾസോ ഇൻ്റർപ്ലാനറ്ററി ഡസ്റ്റ് പാർട്ടിക്കിൾസും സോളാർ സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്നു. പ്ലാനറ്റ്സിനെയും ഡോർഫ് പ്ലാനറ്റ്സിനെയും സാറ്റലൈറ്റ്സിനെയും ഒഴിച്ച് സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ കമ്പോണൻസിനെയും സ്മോൾ സോളാർ സിസ്റ്റം ബോഡീസ് അഥവാ SSSB എന്ന് പറയുന്നു. സൂര്യന് ചുറ്റും പ്ലാനറ്റ്സ് ഒക്കെയും ഗ്രഹങ്ങളൊക്കെയും ഭ്രമണം ചെയ്യുന്നത് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണെന്നും അതുപോലെ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കൊണ്ടാണ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് ഗ്രഹങ്ങളൊക്കെയും സൂര്യന് ചുറ്റും ഇത്തരത്തിൽ ഭ്രമണം ചെയ്യുന്നത്. ആൻഡ് സോളാർ സിസ്റ്റത്തിൽ 99.9% മാറ്ററും അടങ്ങിയിരിക്കുന്നത് സൂര്യനിലാണ്. നമുക്ക് നിലവിൽ 8 പ്ലാനറ്റ്സ് ആണുള്ളത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. സോ 8 പ്ലാനറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം.
ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നും ഗേഷ്യസ് പ്ലാനറ്റ്സ് എന്നും. സോ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് ആണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്സും ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആണ് ഗേഷ്യസ് പ്ലാനറ്റ്സ്. So that's all about solar system. Stay tuned to this channel for more videos.